പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരല്ല. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിലെ സാഹചര്യത്തിൽ പൊതുവെ നല്ല സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത് സർക്കാർ ജീവനക്കാർക്കാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും സർക്കാർ ജീവനക്കാർക്ക് എതിരല്ല. അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ മറ്റുള്ളവരെ സർക്കാർ ജീവനക്കാരെ പോലെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എടുത്തു കളയുക എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ടയല്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, കുറച്ച് ട്രോളുകളൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതായത് ചുമ്മാ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ആണ് കൊടുക്കുന്നതെന്ന്. അതൊക്കെ തികച്ചും തെറ്റിദ്ധാരണയാണ്. കാരണം ഒരു സർക്കാരിന് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം നിലവിലുള്ള സർക്കാർ കേന്ദ്രം തരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ആക്ഷേപം. ഞാൻ പറയുന്നത് കേന്ദ്രം തരിക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഓരോ നിയമപരമായിട്ടുള്ള നടപടികളാണ്. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിന് കുറേ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഈ സംസ്ഥാന സർക്കാർ എന്ന് പറയേണ്ട കാര്യമില്ല. ഇതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പോരെ. അവിടുന്ന് തരുമ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി നടക്കുകയാണെങ്കിൽ ഇതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, ഇത് അധികാരമുള്ള, നിയമം നിർമ്മാണം നടത്താൻ കഴിവുള്ള, അതിന് ഭരണഘടനാപരമായ അവകാശമുള്ള ഒരു ഇതാണ്, ഓർഗനൈസേഷനാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അത് ഭരണഘടന എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ ഒരു ഗവൺമെൻറ് ഉണ്ടാകത്തില്ല. പിന്നെ വേറെ കുറേ ആളുകൾക്ക് ഒരു പുച്ഛം ആയിട്ട് തോന്നുന്നുണ്ട്. കാര്യം ഇങ്ങനെ സർക്കാരിൻ്റെ സഹായം 1,00,000 രൂപ മിനിമം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഈ ആക്ഷേപിക്കുന്നവരിൽ കൂടുതലും ആളുകൾക്ക് നല്ല വരുമാനമുള്ളവരാണെന്നുള്ളതാണ് വേറെ രസം. ഇവർക്ക് സാധാരണക്കാരുടെ സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾ അഹങ്കരിക്കാനൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യവസായി വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. ആരും ചിന്തിക്കാത്ത ലെവലിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു അസിസ്റ്റൻസ്, അതായത് ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നു. അതെല്ലാവർക്കും ഒരു അനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പോലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഞാനൊരു അഭിഭാഷകനാണ്, ഞങ്ങൾക്ക് പോലും, ഈ അഭിഭാഷക വൃത്തിയിലുള്ളവർക്ക് പോലും അതൊരാശ്വാസമാണ്. സാധാരണ കൂലിപ്പണിക്കാർക്ക് മാത്രമല്ല, താഴേക്കടയിലുള്ളവർക്ക് മാത്രമല്ല, മേലേക്കടയിലുള്ളവർക്കും മിഡിൽ ക്ലാസ്സിലുള്ളവർക്കും എല്ലാവർക്കും ഇതൊരു ആശ്വാസമാണ്. നമ്മൾ ഇത് എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു പോളിസിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രോളുകളൊക്കെ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ പൊളിറ്റിക്കൽ നേതാക്കന്മാർക്കൊക്കെ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമൊന്നും കാണില്ല, അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങൾ കൊണ്ട് അവർക്ക് നേടാമെന്നുള്ളൊരു അഹങ്കാരമുണ്ട്. പക്ഷേ ഞാനിത് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആരും പ്രൊട്ടക്ഷൻ കൊടുക്കാനില്ലാത്ത ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു ലാർജ് കമ്മ്യൂണിറ്റി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അവർക്കൊരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിക്കാണ് ഞാൻ എൻ്റെ സർക്കാരിനെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിൽ വരുത്താൻ ഞാൻ സർവ്വതാ സന്നദ്ധനാണ്. അതിനുള്ള സ്കീമുകൾ, അതിനുള്ള നിയമനിർമ്മാണം, ഇതെല്ലാം ഞാൻ നടത്തും. അത് നടപ്പിൽ വരുത്തുകയും ചെയ്യും, ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ഇത് ഞാൻ അഡ്വക്കേറ്റ് സോണി മോൻ കെ മാത്യു, ഞാൻ ചേർത്തലയിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ജനങ്ങളെല്ലാം ഇതിൽ ബോധവാന്മാരായി വരിക. സർക്കാരിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പലർക്കും വേണ്ടി ഈ കൊടി പിടിക്കാനും ഇപ്പോൾ ജാഥ നടത്തുകയാണല്ലോ പല സ്ഥലത്ത്. കഴിഞ്ഞ ദിവസം കണ്ടു, പെൻഷൻ കിട്ടിയ ആളെ കൊണ്ട് കാശ് കൊടുപ്പിച്ചിട്ട് അത് തിരിച്ചയാൾക്ക് കൊടുത്ത് അതിൻ്റെ പിന്നിൽ നടന്ന പിന്നാമ്പുറ കളികൾ. ഇതൊക്കെയാണ് ചീപ്പ് പൊളിറ്റിക്സാണ് ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാർട്ടി ബേസ്ഡ് അല്ല, അത് രാഷ്ട്രത്തിനെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ പ്രധാനമായിട്ട് പൊളിറ്റിക്സിൽ കൊണ്ടുവരുന്നത് ജനങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളെല്ലാം നമ്മൾ നടപ്പിലാക്കും. കാര്യം
നമ്മുടെ ഈ സ്കീം നടപ്പിലാക്കാൻ എനിക്ക് ഏകദേശം ഒരു വർഷം ഒരു 25 ലക്ഷം കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇത് കൂടാതെ വെൽഫെയർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തേണ്ട ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾക്ക് മുന്നിലുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും ഒരു എമൗണ്ട് കണ്ട് പകച്ചു നിൽക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ജനങ്ങളത് വിശ്വാസത്തിലെടുക്കുക. നമുക്കിത് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് തകർത്ത് കളയാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ അവരൊക്കെ വെറും പാഴുകളാണെന്നുള്ളത് അവർ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതും നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. എനിക്ക് പൊതുജനങ്ങളോട് പറയാനായിട്ട്, മലയാളികളോട് പറയാനായിട്ട് ഇതാണുള്ളത്. നിങ്ങളുടെ വെൽഫെയറാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ വെൽഫെയർ എന്ന് പറയുമ്പോൾ ഞാനും അതിൽ ഉൾപ്പെടുന്ന ആളാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ചുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ് കേരളത്തിൽ കൊണ്ടുവരണം. കേരളത്തിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കിയാൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഉള്ള സപ്പോർട്ട് നൽകണമെന്ന് എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ്. ഞാൻ അഡ്വക്കേറ്റ് സോണിമോൻ കെ മാത്യു. താങ്ക് യു വെരി മച്ച്.